എന്തൊക്കെ ടോപ്പിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചൊന്ന് സക്സസ് ആവാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയ പറയുന്നതാണ്. അപ്പോൾ പലരും സക്സസ് ആയിട്ട് കണ്ട ഒരു ഐഡിയ ആണ്. ഒന്ന് സ്റ്റോറി ടെല്ലിങ് പറയാമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഹിസ്റ്ററീസ് ഉണ്ട്, അതുപോലെ നമ്മളെ സാധാരണ ഈ വീട്ടിലെ കഥകൾ, ഇപ്പം അമ്മായിയമ്മയും മരുമകളും തമ്മിലെ പ്രശ്നം, അത് ഞാൻ വേറെ വാക്കാണ് പറയുക, അത് ഇവിടെ പറയുന്നില്ല. മോശമൊന്നുമല്ല കേട്ടോ, ഞാൻ ഗ്രൂപ്പിൽ പറയുന്നത് വേറെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസ്, പ്രണയമാവാം, പ്രശ്നങ്ങളാവാം. ആളുകൾക്ക് പ്രശ്നങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ എന്തെങ്കിലും തമ്മിത്തല്ലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കഥയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. അത് കാണാൻ ഭയങ്കര ആവേശമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഇട്ട ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി രക്ഷപ്പെട്ടു. പിന്നെ ചെയ്യാൻ പറ്റുന്നത് റിയാക്ഷൻ വീഡിയോസാണ്. റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ വെറുതെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ റിയാക്ഷൻ ആവില്ല. ഇപ്പം ഇപ്പോൾ ഇറാൻ്റെ യുദ്ധം, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം, കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ട്രെൻഡിങ്ങായി നിൽക്കുന്ന സാധനത്തെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാലും ഓക്കെയാണ്, ചാനൽ നല്ലപോലെ കയറിപ്പോവും. അപ്പോൾ 2 ടോപ്പിക്ക് പറഞ്ഞ, ഒന്ന് സ്റ്റോറി ടെല്ലിങ്, പിന്നെ റിയാക്ഷൻ വീഡിയോ ആണ് രണ്ടാമത്തത്. ഞാനിപ്പോൾ ഈ 2 ഐഡിയ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതായത് പല രൂപത്തിൽ ഇതിനെ ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റോറി ടെല്ലിങ്ങിന് നിങ്ങൾക്ക് കുറേ രൂപത്തിൽ ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. സ്റ്റോറി ടെല്ലിങ് നിങ്ങൾക്ക് ഓൺ വോയിസ് മാത്രം കൊടുത്തിട്ട് ചെയ്യാം. ഇനി നിങ്ങളെ കാണിച്ചുകൊണ്ട് പറയുന്ന രീതിയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല, AI വീഡിയോസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പുതിയൊരു അപ്ഡേറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ കണ്ടിടത്തോളം പഴയ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതായത് AI വീഡിയോസ് മോണിറ്റൈസേഷൻ ആവില്ല എന്നുള്ളത്. അതിപ്പം മാറിയിട്ടുണ്ട്. AI ഓഡിയോ ഉപയോഗിച്ചിട്ട്, AI വീഡിയോ ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോറി ചെയ്താൽ അത് മോണിറ്റൈസേഷൻ ആവുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അത് ഒരു തിൻ ലൈനിലാണ് പോകുന്നത്. ചെറിയ പ്രശ്നം പറ്റി അപ്പം റീയൂസ് കണ്ടൻറ്റ് പ്രശ്നം വന്നിട്ട് മോണിറ്റൈസേഷൻ പോയിട്ടുണ്ട്. ഇപ്പോൾ 1-2 പേര് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിർബന്ധമായിട്ടും വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നിങ്ങൾ സ്റ്റോറി ടെല്ലിങ് AI വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വീഡിയോ ഫുള്ളായിട്ട് വേണമെന്നില്ല, എവിടെയെങ്കിലും കുറച്ച് ക്ലിപ്സെങ്കിലും വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണം. മൊത്തം ഫോട്ടോ കൊടുത്തിട്ട് ചെയ്യരുത്. ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ AI വെച്ചിട്ട് ഒരു സ്റ്റോറി ടെല്ലിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഫോട്ടോയും വീഡിയോയും ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങളുടെ വോയിസ് വേണമെന്നില്ല, AI വോയിസ് തന്നെ ഉപയോഗിക്കാം. AI വോയിസ് ഉപയോഗിച്ചിട്ട് ത്രൂ ഔട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ ആവും. ഇപ്പോൾ എല്ലാവർക്കും ആവുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുറച്ചുകൂടി ഈസിയാണ് നിങ്ങൾക്ക് AI വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി. കാരണം നിങ്ങൾ സ്ക്രിപ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക് പറഞ്ഞോളൂ. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ജോയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടണമെന്നില്ല. ഞാനിത് പറഞ്ഞുതരാൻ കാരണം, ഇതിലേതെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. കാരണം ഈ സാമ്പത്തിക പ്രശ്നമുള്ള ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറട്ടെ, അല്ലെങ്കിൽ കുറച്ച് പൈസയെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ടിപ്സൊക്കെ പറഞ്ഞത്. അപ്പം നിങ്ങൾ നോക്കുക. ഇനി AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മളെ മെറ്റയുടെ വീഡിയോ ക്രിയേഷൻ ഉണ്ട്. പിന്നെ ഗ്രോക്ക് ഉണ്ട്. ഗ്രോക്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാം. VO3 ഉണ്ട്. പിന്നെ കുറച്ച് ഉള്ളതൊക്കെ പ്രീമിയം ആണ്, അതായത് നമ്മൾ പൈസ അടച്ചിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വരുമാനം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ സ്പെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടിടാം. അതുവരെ വേണമെങ്കിൽ ഈ ഫ്രീ ടൂൾസൊക്കെ ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ സക്സസ് ആവാൻ സാധ്യതയുണ്ട്.